വിദ്യാരംഭത്തിനൊരുങ്ങി പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. കേരളത്തിലെ അതിപ്രസിദ്ധ സരസ്വതി ദേവി ക്ഷേത്രമാണ് വടക്കൻ പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. 10 നാൾ നീളുന്ന നവരാത്രി ആഘോഷങ്ങളിൽ ഭക്തിസാന്ദ്രമാണ് ക്ഷേത്രം. വിദ്യാരൂപിണിയും ഐശ്വര്യദായകയുമായ ദേവീസന്നിധിയിൽ ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോകത്തേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് ആയിരക്കണക്കിന് കുരുന്നുകൾ. താമരപ്പൊയ്കയുടെ നടുവിൽ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് വടക്കൻ പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. നവരാത്രി ആഘോഷങ്ങളിലാണ് ക്ഷേത്രം. വിദ്യാരംഭത്തിനുള്ള വലിയ ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ നടന്നു കഴിഞ്ഞു. കൊച്ചു താമരക്കുളത്തിന് നടുവിലായി ശ്രീകോവിലുള്ള ക്ഷേത്രത്തിൽ വിശ്വസ്വരൂപിണിയായ ശ്രീ മൂകാംബിക ദേവി സരസ്വതീ ഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് നിലകൊള്ളുന്നത്. വിദ്യാഭിവൃദ്ധിക്ക് അത്യുത്തമമാണ് ക്ഷേത്ര ദർശനം. ഉപദേവതകളായി ഗണപതി, മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, വീരഭദ്രൻ, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ എന്നിവയുടെ സാന്നിധ്യവുമുണ്ട്. ഉത്രട്ടാതി നാളിൽ ആറാട്ടായി നടത്തുന്ന 10 ദിവസത്തെ കൊടിയേറ്റുത്സവവും നവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. വലിയ തോതിലുള്ള ഒരു പ്രാധാന്യം ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ സരസ്വതി ക്ഷേത്രത്തിൽ വിജയദശമി ദിവസം എഴുത്തിനെഴുത്ത് എന്നുള്ള ആ ചടങ്ങിൽ ലഭിച്ചു വരുന്നുണ്ട്. ഈ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിജയദശമി മഹോത്സവം, അതിൻ്റെ 10ാമത്തെ ദിവസമുള്ള എഴുത്തിനെഴുത്ത് ചടങ്ങ് എല്ലാം ലക്ഷക്കണക്കിന് ഭക്തന്മാരെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത്. എന്തുകൊണ്ടും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്ന അതേ ആ ഒരു വരം ഈ ക്ഷേത്രത്തിലെ ദേവിയിൽ നിന്ന് നമുക്ക് കിട്ടും, അനുഗ്രഹങ്ങൾ സിദ്ധിക്കും എന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഭക്തന്മാരിവിടെ വരുന്നത്. ഈ 10 ദിവസവും അത്തരത്തിലുള്ള ഒരു ചൈതന്യം മുറ്റി നിൽക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് ഈ സരസ്വതി ദേവിയുടെ ക്ഷേത്രം ഇവിടെ നിൽക്കുന്നത്. സരസ്വതി ദേവിയോടൊപ്പം സുബ്രഹ്മണ്യൻ, അതേപോലെ മഹാവിഷ്ണു, ആഞ്ജനേയൻ, വീരഭദ്രൻ, സരസ്വതി ദേവിയോടൊപ്പം തന്നെ ഗണപതി, ഇത്തരത്തിലുള്ള ഒരു ഉപപ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. തൊട്ടടുത്ത് ഗണപതിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ഗണപതി ക്ഷേത്രത്തിലും വലിയ തോതിലുള്ള ഒരു പ്രശസ്തി ഈ ഭാഗങ്ങളിലുണ്ട്. എല്ലാ നിലയ്ക്കും അനുഗ്രഹസിദ്ധികൾ കൈവരുന്ന ഒരു ക്ഷേത്രം എന്ന നിലയ്ക്ക് ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. വടക്കൻ പറവൂരും സമീപ പ്രദേശങ്ങളും അടക്കി ഭരിച്ചിരുന്ന മൂകാംബിക ഭക്തനായ തമ്പുരാന് പ്രായാധിക്യത്താൽ വിശ്വപ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനം മുടങ്ങുന്ന സ്ഥിതി വന്നപ്പോൾ ദുഃഖിതനായ തമ്പുരാൻ ദേവിയെ ഭജിച്ച് ദിവസങ്ങൾ കഴിച്ചപ്പോൾ ദേവിയുടെ സ്വപ്ന ദർശനമുണ്ടായെന്നും കൊല്ലൂരിൽ വരേണ്ടെന്നും പറവൂരിൽ തന്നെ കുടികൊള്ളാമെന്നും ദേവി അരുളിയതായും ഐതിഹ്യം. സന്തുഷ്ടനായ തമ്പുരാൻ പറവൂർ കോട്ടയ്ക്ക് പുറത്ത് ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും നടത്തി സാധാരണക്കാർക്കായി ക്ഷേത്രം തുറന്നുകൊടുത്തു. ക്ഷേത്രത്തിലെ ത്രിമധുരവും കഷായവും കഴിച്ചാൽ അറിവ് വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. പറവൂർ ദേശത്തിൻ്റെ ചൈതന്യമായ ഈ ശ്രീ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറവൂർ തമ്പുരാൻ സ്ഥിരമായി മൂകാംബിക ദർശനത്തിന് പോയിരുന്നു. അദ്ദേഹത്തിന് ദർശനത്തിന് ചില തടസ്സം നേരിട്ടു പോയി വരുമ്പോൾ. അത് അന്ന് പകർദീക്ഷ ഭൂപ്രദേശമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ പോയി യാത്ര പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു തവണ അദ്ദേഹത്തിന് ഈ ദർശനത്തിൽ ഭംഗം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സ് വിഷമിച്ചു. അപ്പോൾ ആ രാത്രി അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ദർശനം കിട്ടി. ദേവിക്ക് ചൈതന്യം അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു, വിഷമിക്കേണ്ടാന്നും ഈ അദ്ദേഹത്തിൻ്റെ കോട്ടയ്ക്കകത്ത് തന്നെ ഉള്ള താമരപ്പൊയ്കയിൽ ദേവിയുടെ ചൈതന്യം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം സ്വപ്നം കണ്ട സ്ഥലത്ത് ഈ കൊട്ടാരത്തിലെ ജ്യോത്സ്യന്മാരെ കൊണ്ട് പ്രശ്നം വെച്ച് പോയപ്പോൾ ദേവി ചൈതന്യം ഈ കൊട്ടാരത്തിൻ്റെ ഈ ഉള്ള അവർ അദ്ദേഹത്തിൻ്റെ കോട്ടയ്ക്കകത്തുള്ള കുളത്തിന് നടുക്ക് കണ്ടു. അവിടെ ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം താമരപ്പൊയ്കയിൽ വിദ്യയുടെ സ്വരൂപിണിയായിട്ടിരിക്കുന്ന ബാലാപരമേശ്വരിയായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അങ്ങനെ അദ്ദേഹത്തിന് ഇനി മേലെ മൂകാംബിക്ക് വരണ്ടാന്നും ഇവിടെ ദർശനം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവ്യജലത്തിൽ ശ്രീചക്ര മധ്യത്തിലിരിക്കുന്നതായിട്ട് സങ്കല്പത്തിൽ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറവൂർ തമ്പുരാക്കന്മാർ പണിയിച്ചിട്ടാണ്. സാരസ്വത പുഷ്പാഞ്ജലി, ത്രിമധുരം, കുങ്കുമാർച്ചന, കഷായ നിവേദ്യം തുടങ്ങിയവയാണ് ദേവിക്ക് പ്രധാന വഴിപാടുകൾ. നിത്യവും ഇവിടെ വിദ്യാരംഭം കുറിക്കുന്നുണ്ട്. വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണിത്. ഇവിടെ പറവൂർ തമ്പുരാൻ എന്നും കൊല്ലൂർ മൂകാംബികയിൽ പോയി തൊഴുമായിരുന്നു. പക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് വയ്യാതായപ്പോൾ അദ്ദേഹം മൂകാംബികമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു, ഞാൻ ഇനി എങ്ങനെയാണ്, എനിക്ക് വയ്യാത്തൊരവസ്ഥയായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ അദ്ദേഹത്തിന് ദർശനം കൊടുക്കാം, നടന്നോളാൻ പറഞ്ഞു. പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം പറവൂർ മൂകാംബി ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി.
അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു ഇനി ഇവിടെയാണ് എനിക്ക് ഇരിക്കാനുള്ള ഇടം, എന്നെ കൊല്ലൂർ മൂകാംബികയിൽ ഇതുപോലെ തന്നെ ഇവിടെയും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടായതാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രം. എനിക്ക് ഈ അമ്പലമായിട്ട് ഭയങ്കര ബന്ധമാണ്. 6 കൊല്ലം മുമ്പ് ഞാൻ ഉപദേശ സമിതിയിൽ വൈസ് പ്രസിഡൻ്റായിരുന്നു. വളരെ എന്ത് പ്രാർത്ഥിച്ചാലും നമുക്കത് തരുന്ന ഒരു ദേവിയാണ്. ഭയങ്കര താമരപ്പൊയ്കയിലാണ് ഇരിക്കുന്നത്. ചുറ്റും താമരപ്പൊയ്ക ഉള്ള ഇത് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഇവിടുത്തെ കഷായം വളരെ പ്രസിദ്ധമാണ്. നവരാത്രി ദിവസത്തിൽ ആ 9 ദിവസവും ഭയങ്കര കഷായം കുടിക്കാൻ ദൂരെ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന കവാടം കിഴക്ക് ഭാഗത്താണ്. കിഴക്കേ നടയിൽ വിശാലമായ ക്ഷേത്രക്കുളവുമുണ്ട്. കുളത്തിനു മുന്നിൽ നവരാത്രി മണ്ഡപവും ആനപ്പന്തലുമാണ്. വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ക്ഷേത്രത്തിൽ പൂർത്തിയായി. ഒക്ടോബർ 2-ാം തീയതിയാണ് വിദ്യാരംഭം. അന്നേ ദിവസം രാവിലെ 5 മണി മുതൽ ഇവിടെ വിദ്യാരംഭം കുറിക്കുന്നുണ്ട്. 10-20 ഗുരുക്കന്മാരാണ് ഇവിടെ വിദ്യാരംഭം കുറിക്കുന്നത്. അത് ഒരു 10,000-3000 കുട്ടികളോളം ഇവിടെ വരാറുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. കൊല്ലൂരിലേതുപോലെ പഞ്ചലോഹ നിർമ്മിതമാണ് ദക്ഷിണമൂകാംബിക ക്ഷേത്രത്തിലെയും വിഗ്രഹം. 1.5 അടി ഉയരത്തിൽ ചതുർബാഹു വിഗ്രഹമാണ്. പുറകിലെ വലത് കൈയിൽ അക്ഷരമാലയും ഇടത് കൈയിൽ വെള്ളത്താമരയും മുന്നിലെ ഇടത് കൈയിൽ ഗ്രന്ഥവും ധരിച്ച ദേവിയുടെ വലത് കൈ വ്യാഖ്യാന മുദ്രയിലാണ്. വടക്കൻ പറവൂർ ദക്ഷിണമൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിച്ച് ജ്ഞാനവഴിയിൽ ആദ്യ ചുവടുവയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുരുന്നുകൾ.